ഹലോ, ഗുഡ് മോർണിംഗ്. ഇതെന്താണെന്ന് അറിയോ? മിക്കവർക്കും അറിയായിരിക്കും, എന്നാലും കാണിച്ചു തരാം. കണ്ടോ, ഇത് ചക്ക കൊണ്ടുണ്ടാക്കുന്ന ചക്കയപ്പമാണ്. നിങ്ങളുടെ അടുത്ത് ചിലയിടത്ത് അട എന്നൊക്കെ പറയും. ഇത് കഴിച്ചിട്ടില്ല, അതൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ തൈറോയ്ഡ് വന്നിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് തലകറക്കം, എപ്പോഴും എനിക്ക് ഫുൾ ടൈം തലകറക്കമാണ്. തൈറോയ്ഡ് വന്നതിന് ശേഷമാണ് അങ്ങനെ. അപ്പോൾ തൈറോയിഡിൻ്റെ ഒരു ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ട് രാവിലെ നേരത്തെ കഴിക്കണം തൈറോയ്ഡ് ടാബ്ലറ്റ്. അത് കഴിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. ഭയങ്കര തലകറക്കമാണ്. അപ്പോൾ അത് സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ ഒരു ചക്ക അട കഴിക്കുമായിരുന്നു. നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുറച്ച് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു. അതിനുശേഷം നമ്മൾ നിയർ മെഡിസിറ്റി ഹോസ്പിറ്റൽ കാട്ടാക്കട അച്ഛനെ കാണിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറേ നേരം പോസ്റ്റായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ തൃപ്രയാർ ശ്രീരാമസ്വാമി ടെമ്പിളിലേക്കാണ് പോയത്. തൃശ്ശൂരാണ്. അടുത്ത ദിവസം അവിടെ തൃശ്ശൂർ പൂരമാണ്. അപ്പോൾ അതുകൊണ്ട് വടക്കുംനാഥ ക്ഷേത്രത്തിൽ തൃശ്ശൂർ പൂരമാണ്. അപ്പോൾ നമ്മൾ അവിടെ ഫസ്റ്റ് നമ്മൾ തൃപ്രയാർ പോയിട്ടുണ്ടായിരുന്നു. കുറേ നാളുകളായിട്ട് ഒത്തിരി സങ്കടങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പല പല കാര്യങ്ങളായിട്ട് ഹോസ്പിറ്റൽ ഇഷ്യൂസും ഫിനാൻഷ്യൽ ഇഷ്യൂസും അങ്ങനെ ഒരുപാട് സങ്കടങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിനൊരു സമാധാനം, പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു. ഭഗവാന്റെ അടുത്ത് പോകണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് വേറൊരു ഫാമിലി, നമ്മുടെ ഒരു ചേട്ടൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ഫാമിലിയായിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ പോയതാണ്. അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, പ്രധാനമായിട്ടും ഹോസ്പിറ്റൽ ഇഷ്യൂസും കാര്യങ്ങളും, പിന്നെ അത് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളും, അങ്ങനെ മനസ്സിന് കുറേ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളിലൂടെ ഇപ്പോൾ ഇന്ന് കൂടെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആണ് വന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, അപ്പോൾ ഭഗവാന്റെ അടുത്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹവുമായിരുന്നു. അപ്പോൾ ഉടനെ പോകാൻ ഒരുപാട് കാലങ്ങളായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഭഗവാൻ അതിന് ഒരു അവസരം ഉണ്ടാക്കി തന്നു. അങ്ങനെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ണിക്കണ്ണൻ്റെ അടുത്തേക്കാണ് നമ്മൾ തൃപ്രയാർ പോയി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയത്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സമയം എടുത്തു. കുറച്ച് സമയം നമ്മളവിടെ ഉണ്ടായിരുന്നു. വലിയ തിരക്കെന്ന് പറയാനില്ലായിരുന്നു, എന്നാലും ഉണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടൊന്നും അല്ല നമ്മൾ കയറിയത്. അപ്പോൾ ക്യൂവിൽ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു. അതായത് ഇത്രയും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ക്യൂവിൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 5:30 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. മോന് മുണ്ടൊക്കെ എടുത്ത് സെറ്റാക്കി കൊടുത്തു. അവൻ കുഞ്ഞിലെ ഒട്ടും തന്നെ അവന് മുണ്ട് ഇഷ്ടമില്ലായിരുന്നു, ഉടുക്കത്തേ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നീട് ഇങ്ങനെ അമ്പലത്തിൽ കൊണ്ടുപോകുമ്പോൾ ഉടുപ്പിച്ച് അവനെ ഒന്ന് സെറ്റാക്കി എടുത്തു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയി, ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഉണ്ണിക്കണ്ണനെ കണ്ടു, തൊഴുതു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് അതിന് ചുറ്റും അവിടെ ഒരു പ്രോഗ്രാം എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡാൻസിന് വേണ്ടിയിട്ടൊക്കെ കുട്ടികൾ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി. കുറേ കാലത്തിന് ശേഷം കുറച്ചെങ്കിലും ഒരു മനസ്സിനൊരു എന്താ പറയാനൊരു സമാധാനം, ഒരു പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ തന്നെ നമുക്ക് പോയാലേ ആ ഒരു സമാധാനമൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഭാഗ്യത്തിന് പോകാൻ പറ്റി. ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുതു. അതിനുശേഷം നമ്മൾ മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം, അത് ഗുരുവായൂർ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. കുറച്ച് നടന്നാൽ മതി. മമ്മിയൂർ ശിവക്ഷേത്രമാണ്. നല്ലൊരു ശിവക്ഷേത്രമാണ്. അത്യാവശ്യം ഫേമസ് ആയ ക്ഷേത്രം തന്നെയാണ് മമ്മിയൂർ ശിവക്ഷേത്രം. ഗുരുവായൂർ പോകുന്ന ഒട്ടുമിക്ക പേരും എല്ലാവരും മമ്മിയൂരും കൂടെ കയറി തൊഴുതിന് ശേഷം മാത്രമേ പോവുള്ളൂ. അത്രയ്ക്കും അടിപൊളിയാണ്. അവിടെയും നമ്മൾ തൊഴുതിട്ടുണ്ടായിരുന്നു സന്ധ്യയ്ക്ക്. അതിനുശേഷം ഇത് ഞാൻ അടുത്ത ദിവസത്തുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ ചേട്ടൻ ഇവിടെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഒരുപാട് കാലങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോകണം എന്നുള്ളത്. പോകാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോകണം എന്നുള്ളത്.
അവിടെ ഇന്ന് പൂരമാണ്, തൃശ്ശൂർ പൂരമാണ്. അതിൻ്റേതായ ആളും തിരക്കുമൊക്കെ. നമ്മൾ രാവിലെയാണ് ഇത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ആൾ കുറവായിട്ടുണ്ടായിരുന്നത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോയായിരുന്നു. അപ്പോൾ ആ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ ആ ഒരു തുടങ്ങാൻ പോകുന്നതിൻ്റെ ആ ഒരു എന്ത് പറയുക, നമ്മുടെ ട്രിവാൻഡ്രത്ത് ആറ്റുകാൽ പൊങ്കാല ദിവസമൊക്കെ നമ്മൾ റോഡിലൂടെ പോകുന്ന ആ ഒരു വൈബും ആ ഒരു പ്രതീതിയൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഭയങ്കരമായിട്ട് ഒരു പോസിറ്റിവിറ്റിയും ഭയങ്കര ഒരു ഇതൊക്കെ അവിടെ അവർ ഇത് രാത്രിയിൽ ലൈറ്റ് സെറ്റ് ചെയ്യുമ്പോഴാണ് ഇത് അടിപൊളി ആവുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവർ സെറ്റ് ചെയ്ത് വച്ചേക്കുന്നതേ ഉള്ളൂ. ഒരുപാട് പോലീസും ഒരുപാട് ആനകളും ആനകളെ കുളിപ്പിക്കുന്നതും ഒരുപാട് ആൾക്കാരുമൊക്കെ അത്യാവശ്യമുണ്ട്. പക്ഷേ ഇനി കുറേ സമയം കൂടെ കഴിഞ്ഞാലേ ആ ഒരു ആൾക്കൂട്ടം ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഒരു ചേച്ചിയും ചേട്ടനും പിന്നെ കാശി മൂത്ത മോനും ഒരു ഇളയ മോനും. രണ്ടുപേർക്കും യൂട്യൂബ് ചാനലുണ്ട്. രണ്ടുപേരെയും മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കെ വ്ളോഗ്സ് എന്നാണ് അവരുടെ കെ ആൻഡ് കെ എഡിറ്റ്സ് എന്നാണ് അവരുടെ ചാനലിൻ്റെ പേര് മെൻഷൻ ചെയ്തേക്കണേന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂത്ത ആളുടെ പേര് കാശി, രണ്ടാമത്തെ കുട്ടി കേശു ആണ്. ഇത് അവിടെ കുറേ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. എന്താണ് ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല. പക്ഷേ വടക്കുംനാഥ ക്ഷേത്രം എത്തുന്നതിന് മുന്നേ കുറച്ച് പേര് നിന്ന് ഇങ്ങനെ കുറച്ച് സംഭവം ഇത് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര തൃശ്ശൂർ എന്ന ആരെങ്കിലും സ്ഥലം പറയുമ്പോൾ തന്നെ പെട്ടെന്ന് എനിക്ക് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ കാര്യം ഞാൻ ചോദിക്കാറുണ്ട്, പോയിട്ടുണ്ടോ എന്നൊക്കെ. കാരണം അത്രയ്ക്കും അടിപൊളി ക്ഷേത്രമാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത്, ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റിയതിൽ ഭഗവാൻ അനുഗ്രഹിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ കുറേ കാലങ്ങൾ കൊണ്ടുള്ള കുറേ കാര്യങ്ങൾക്ക് ഒരു ചെറിയൊരു ആശ്വാസം ക്ഷേത്രത്തിൽ പോയപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചുറ്റും രണ്ട് സൈഡും നിറയെ കടകളും ഒരുപാട് ചെറിയ ചെറിയ കടകളും. പിന്നെ എന്താ പറയുക, ഇത് വടക്കുംനാഥ ക്ഷേത്രം എത്തുന്നതിന് മുന്നേ ആണ് കേട്ടോ. അതിന് തൊട്ട് മുന്നേ ആയിട്ട് രണ്ട് സൈഡും ഇങ്ങനെ കുറേ സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ് ആയി കഴിഞ്ഞാലും അതുപോലുള്ള ഫാൻസി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേ പേരിങ്ങനെ അതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് വടക്കുംനാഥ ക്ഷേത്രത്തിലോട്ട് നമ്മൾ നടന്നു പോകുന്ന വഴിയാണ്. ഇതാ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ പൂരം തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ ക്ഷേത്രമൊക്കെ അടിപൊളിയായിട്ട്. പക്ഷേ ക്ഷേത്രം നട തുറന്നിട്ടുണ്ടായിരുന്നില്ല. അന്ന് നട തുറക്കില്ല എന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ നിന്ന് തൊഴുതിട്ടാണ് വന്നത്. അങ്ങനെ പൂരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു കാണാനായിട്ട്. പൂരം സെറ്റായിരുന്നു. അങ്ങനെ ഇത് നമ്മുടെ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ്. അതിന് ചുറ്റും ഒരു വലിയ ക്ഷേത്രത്തിന് ചുറ്റും ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ, ശരിക്കും സ്ഥലമുണ്ട്. അങ്ങനെ അതിന് ചുറ്റുമുള്ള വീഡിയോസൊക്കെ ഞാൻ കുറച്ചൊക്കെ അതിൻ്റെ ക്ലിപ്സൊക്കെ ഞാൻ എടുത്തതാണ്. ഹസ്ബൻഡ് ഫസ്റ്റ് കയറിന് പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ പിന്നീടാണ് പോയത്, രണ്ടാമതാണ് പോയത്. അപ്പോൾ അതിന് ചുറ്റും കുറേ കാഴ്ചകളും അതായത് ഇഷ്ടം പോലെ മേളക്കാരും കുറേ ആനകളും അതുപോലെ കാണാൻ വേണ്ടിയിട്ട് വന്നവരുമൊക്കെ നിറയെ ആളുണ്ടായിരുന്നു. ഇനി കൂടുതൽ സമയം കഴിയും തോറും നമ്മുടെ കുടമാറ്റമൊക്കെ ആകുമ്പോഴാണ് ഒത്തിരി ആളുകൾ വരുന്നത്. ഇതാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വ്യൂ എന്ന് പറയുന്നത്, ക്ഷേത്രത്തിന് ചുറ്റും. അപ്പോൾ തൃശ്ശൂരുള്ളവരെല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവരും തൃശ്ശൂർ പൂരം കണ്ടിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഹസ്ബൻഡ് എല്ലാ വർഷവും മുടങ്ങാതെ പൂരം കാണാൻ വേണ്ടിയിട്ട് പോവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരിക്കലെങ്കിലും പോകണം എന്നുള്ളത്. പക്ഷേ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ മുഴുവനായിട്ടും ഇത് കാണാൻ വേണ്ടിയിട്ടൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുടമാറ്റമൊന്നും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുഴുവനായിട്ട് കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇത് നമ്മൾ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, എന്നാലും ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ നമ്മൾ കണ്ടു. അപ്പോൾ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു കാണണം എന്നുള്ളത്. അപ്പോൾ അത് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ പുള്ളിക്ക് അറിയാമായിരുന്നു ഇത്. പക്ഷേ അങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെയൊന്നും പോയതല്ല. പിന്നെ അതാ ഈ ഫിലിം സ്റ്റാർ ചേട്ടനെ അറിയാമല്ലോ, പുള്ളിക്കാരനെ. പിന്നെ ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. സുജയ്യ ഉണ്ടായിരുന്നു,
പിന്നെ അതുപോലെ കുറേ പേരുണ്ടായിരുന്നു, ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയി വരുന്നുണ്ടായിരുന്നു. മനോരമ ന്യൂസ്, കൈരളി ന്യൂസ്, 24 അങ്ങനെ എല്ലാ ചാനലുകാരും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്കായി കൂടി വരികയായിരുന്നു. അത്യാവശ്യം നല്ല ചൂടും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, തൃശ്ശൂരുള്ളവർ പോലും തൃശ്ശൂർ പൂരം കാണാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കമൻ്റൊക്കെ ചില വീഡിയോസിൽ കാണാറുണ്ട്. തൃശ്ശൂർ ആയിരുന്നിട്ട് പോലും പോയിട്ടില്ല എന്ന്. അതിന് കാരണം കുറേ പേര് പറയുന്നത് ഈ പറഞ്ഞ പോലെ അത് ഭയങ്കര ചൂടും അതുപോലെ ഭയങ്കര തിരക്കും ഒക്കെയാണ്. നമുക്ക് ഒരുപാട് സമയമൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല, അത്രത്തോളം നമുക്ക് ചൂടും തിരക്കും ഒക്കെയാണ്. പിന്നെ നമ്മുടെ ഒരു ഇഷ്ടവും, ഭഗവാനോടുള്ള ഇഷ്ടവും പൂരം കാണാനുള്ള ഒരു എന്താ പറയുക, ഒരു ആകാംക്ഷയും ആ ഒരു വൈബും ഒക്കെ നമ്മളെ ചിലപ്പോൾ അവിടെ പിടിച്ച് നിർത്തും. അങ്ങനെയാണ് മിക്കവരും നിൽക്കുന്നത്. പിന്നെ ചിലർക്കൊന്നും പറ്റത്തില്ല. അതാണ് ഭഗവാൻ നമ്മുടെ ചെണ്ടമേളവും ആനയുടെ പുറത്ത് ഭഗവാൻ വരുന്നതാണ്. അങ്ങനെ അടിപൊളിയായിരുന്നു. അപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിട്ടുണ്ടായിരുന്നു. ഇനിയും അതായത് ഒരു തരി മണലിട്ടാൽ കാണാൻ വയ്യാത്ത അത്രയും തിരക്ക് കുടമാറ്റ സമയത്തൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ പൂരം. ആ ഒരു സമയത്ത് തന്നെ അത്യാവശ്യം ഭയങ്കര വെയിലും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇത് ഞാൻ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാലിട്ട ഫുഡ് കഴിച്ചതിനാണ്, സോറി. അത് കഴിഞ്ഞ് സംഭാര വിതരണം. എനിക്ക് സംഭാരം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവിടെ നിന്ന് സൗജന്യമായിട്ട് സംഭാരം വിതരണം ചെയ്യുന്ന സ്ഥലമുണ്ടായിരുന്നു. അത് കുറേ സ്ഥലത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഒരു ഗ്ലാസ് അല്ല, ഞാനൊരു 2 ഗ്ലാസ്സെങ്കിലും വാങ്ങി സംഭാരം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സംഭാരത്തിൻ്റെ ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് ഞാൻ സംഭാരം കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊരു ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു. അതിന് മുന്നേ വരെ എനിക്കത് ഞാനങ്ങനെ കുടിച്ചിട്ടൊന്നുമില്ല, ഇഷ്ടമാണ്. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര അഡിക്റ്റ് ആയതുപോലെയായിരുന്നു, അത്രത്തോളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ വാങ്ങി കുറേ സംഭാരമൊക്കെ കുടിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല എരിവും നല്ല തണുപ്പും. പിന്നെ നമ്മൾ ആ ഒരു ചൂട് സമയത്ത്, ഇത്രയും തിരക്കിനിടയിൽ ചൂട് സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു തണുത്ത കുറച്ച് വെള്ളമൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ആശ്വാസമാണ്. ഇത് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ വാങ്ങി 2-3 ഗ്ലാസ്സൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അവരും എല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മളവിടെ നിന്ന് തിരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ നമ്മൾ എറണാകുളത്ത് കൊച്ചി മറൈൻ ഡ്രൈവിലോട്ട് വിട്ടു. അവർ ഫാമിലി ഫ്രണ്ടിൽ നിന്ന് പോകുന്നുണ്ട്. ഞാൻ ബേക്കിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു, കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തു. മറൈൻ ഡ്രൈവിലേക്ക് പോവുകയാണ്. മറൈൻ ഡ്രൈവിലോട്ട് പോയിട്ട് നമ്മൾ ഇന്ന് തന്നെ തിരിച്ച് വീട്ടിലോട്ടാണ്. അപ്പോൾ അവിടെ കൂടെ പോയിട്ട് കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളവിടെ മറൈൻ ഡ്രൈവ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒത്തിരി ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. ബോട്ട് സർവീസിന് വേണ്ടി വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏറ്റവും റേറ്റ് കുറഞ്ഞൊരു ബോട്ട് സർവീസിൽ കയറിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം ബോൾഗാട്ടി പാലസ് ഉണ്ടായിരുന്നു. ബോൾഗാട്ടി പാലസ് അതൊക്കെ കണ്ട് നമ്മളങ്ങനെ കുറച്ച് സമയം വൈബടിച്ച് ബോട്ട് സർവീസ് നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അതും ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. അതും ഒരു വൈകുന്നേര സമയം. ആ ഒരു സമയത്ത് നമ്മൾ ഒരു ഇളം വെയിൽ ഉള്ള സമയത്ത്, ചെറിയ കാറ്റും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ബോട്ടിലൂടെ ഇങ്ങനെ വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയാണ്. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടും നമ്മുടെ ഒരു നിമിഷം നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ചില യാത്രകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് അറിഞ്ഞിട്ട് അവൻ കുറേ സ്റ്റൈലൊക്കെ പോസ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. കൊച്ചിയിലുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യാം, ഓക്കെ. അപ്പോൾ അങ്ങനെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, നല്ല ഇളം വെയിൽ, സൂര്യാസ്തമന സമയമാണ്. ആ ഒരു ഇളം വെയിലും കാറ്റും ഒക്കെ കൊണ്ട് കുറേ സമയം വെള്ളത്തിലിങ്ങനെ ബോട്ടിലൂടെ യാത്ര ചെയ്യുന്നത് അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. കുറേ കാലത്തിന് ശേഷം, അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കുറച്ച് ലോങ് ട്രിപ്പ്
ലോങ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും നമ്മളെ സംബന്ധിച്ച് കുറച്ച് ലോങ് പോകുന്നത് കുറേ വർഷത്തിന് ശേഷമാണ്. ഒരു നമുക്ക് കിട്ടിയൊരു അവസരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ വന്നതാണ്. പ്ലാൻ പോലും ചെയ്തില്ല, പെട്ടെന്ന് ചാടി ഇറങ്ങിയതാണ്. ഒറ്റ മൈൻഡോടെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്ലാൻ ചെയ്താൽ, പ്രത്യേകിച്ചും എൻ്റെ കാര്യത്തിൽ പ്ലാനിങ് ഒന്നും നടക്കത്തില്ല. എന്ത് കാര്യം പ്ലാൻ ചെയ്താലും അത് ഫ്ലോപ്പായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ പോകണമെന്ന് വിചാരിച്ചാലും, എന്ത് കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും, എന്തെങ്കിലും കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു കഴിഞ്ഞാലും ഒക്കെ എനിക്ക് ഫ്ലോപ്പായി പോയിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് ഒറ്റ മൈൻഡിൽ മാത്രമേ സെറ്റാവുള്ളൂ. സത്യം പറഞ്ഞാൽ പൂരമാണെന്നും ഒന്നും അറിയാതെയാണ് ഞാൻ പോയത്. അവിടെ ചെന്നതിന് ശേഷമാണ് നാളെ പൂരമെന്ന് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇത് അവിടെ നിന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അവിടെയുള്ള പ്ലേസ് കാര്യങ്ങൾ, പിന്നെ അവിടുത്തെ സ്പെഷ്യാലിറ്റീസ്, അങ്ങനെയൊക്കെ അതൊക്കെ പറഞ്ഞു തരാൻ ബോർഡിനുള്ളിൽ ഒരാളുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചേട്ടൻ നിന്നിട്ട് അവിടെ ഉള്ള സ്പെഷ്യാലിറ്റീസ്, ദിലീപിൻ്റെ സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്, ബോൾഗാട്ടി പാലസിലാണ്. പിന്നെ കുറേ സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബോൾഗാട്ടി പാലസ് മാത്രമല്ല കേട്ടോ, അവിടെയുള്ള കുറേ സ്പെഷ്യാലിറ്റീസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ 2 കേരളത്തിലോ അതോ ലോകത്തിൽ 2 മറൈൻ ഡ്രൈവുകളിലോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു തെറ്റിക്കുന്നില്ല. പിന്നെ കണ്ടൽക്കാടുകൾ, ഈ കാണുന്നത് കണ്ടൽക്കാടുകളാണ്. അതും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഡോൾഫിൻ ചാടുന്നതൊക്കെ ഉണ്ടായിരുന്നു, അത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നേരത്തൊക്കെ എല്ലാ ഷിപ്പുകളും അവിടെ കണ്ടെയ്നറുകൾ ഇങ്ങോട്ട് വന്നപ്പോൾ ബാക്കിയുള്ള ഷിപ്പുകൾ ഇതാണ്. നേരെ ചെല്ലുമ്പോൾ നമുക്ക് ഇത് കാണാം. ഇത് കണ്ടൽക്കാടാണ് കേട്ടോ. ഇവിടെയാണ് ഒരു 5 വീട്ടുകാരുണ്ടെന്ന് പറഞ്ഞത്. രാമന്തരത്തെന്ന് പറയും. ഇലക്ഷന് 19 വോട്ടർമാരുള്ള ചാനലുകാരൻ പത്രക്കാരൻ പറയും. പിന്നെ കണ്ടൽച്ചെടികളാണ് ഇതന്നെ. ആ താഴത്ത് വേര് പോയേക്കണ പലതരം കണ്ടലുകളുണ്ട്. മണ്ണൊലിപ്പിനെ പിടിച്ചെടുത്താനും ഈറ്റിന്റെ ഒരു ആവാസ കേന്ദ്രം കൂടിയാണ്.